ഹലോ, ഇന്ന് നമ്മൾ പോയിരുന്നത് റാഞ്ചിലെ ഏറ്റവും വലിയൊരു എക്സ്പോ കാണാനായിരുന്നു കേട്ടോ. മൊറാബാദി ഗ്രൗണ്ടിലായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ വലിയ വരയ്ക്ക് നിന്നിട്ട് ടിക്കറ്റ് വാങ്ങിയെങ്കിലും കയറി കളഞ്ഞപ്പോൾ തന്നെ കീറി കളഞ്ഞു കഴിഞ്ഞു. ആദ്യം തന്നെ പോയത് ഒരു ഫ്ലാറ്റ് വിൽക്കുന്നോടത്തായിരുന്നു. കോടി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച വല്ല പെരുന്നാൾ കോടിയായിരിക്കും. പോയപ്പോഴല്ലേ അറിഞ്ഞ ഗൈസ്, നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു. പിന്നെ മെയിൻ പരിപാടി അവിടെ ഇവിടെയുള്ള സാധനങ്ങൾ വെറുതെ നോക്കി കണ്ട് രസിക്കുകയാണ്. തൊട്ടാ തന്നെ പൊള്ളുന്ന വിലയാണ് ഗൈസ്. അപ്പോഴാണ് നമ്മൾ അവിടെ കേരള ഫോൾഡിംഗ് മാറ്റ് കണ്ടത്. വില ചോദിച്ചപ്പോൾ എന്റെ മനമേ, ഈ പൈസക്ക് 2 വട്ടം കേരളം പോയി വരാം. സംഭവം നമ്മളെ പായിയാണ് ഗൈസ്, പായി. പിന്നെ തിന്നാനുള്ള സെക്ഷൻ ഇങ്ങനെ നോക്കി നിൽക്കാന്നല്ലാണ്ട് മാങ്ങി തിന്നല് നടക്കൂലെന്ന് കണ്ടപ്പോഴാണ് ശിവ ഒരു ഐഡിയ പറഞ്ഞത്. എല്ലായിടത്തും പോയിട്ട് സാമ്പിൾ ചോദിച്ചാൽ മതി, സാമ്പിൾ നിന്നിട്ട് പള്ളിയിൽ നടക്കാത്ത ടേസ്റ്റ് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയൊരു പരിപാടിക്ക് ഞാൻ ഉണ്ടാക്കിയ സീൻ ഇതുവരെ തീരാത്തോണ്ട് നമ്മൾ തിന്നല് മാത്രമുള്ള ഗൈസ്, പോയി എടുക്കലില്ലായിരുന്നു. സംഭവം നല്ല ഉഷാർ പരിപാടിയായിരുന്നു. പള്ളം നിറഞ്ഞെന്ന് മാത്രമല്ല, എടുത്ത ടിക്കറ്റ് മുതലായി. ഇങ്ങനെ സാമ്പിളിൽ നിന്ന് വയറ് നിറക്കുന്നത് നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടായാലും വീഡിയോ അയച്ചു കൊടുത്തിട്ട് വേഗം ഇങ്ങോട്ട് പോരാൻ പറയും. അങ്ങനെ പരിപാടി നല്ല ഉഷാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു അഫ്ഗാനിസ്ഥാനി ഷോപ്പിൽ എത്തിയത്. മൂപ്പരോട് സാമ്പിൾ വെച്ചപ്പോൾ മൂപ്പര് പറയാണ് 250 ഗ്രാം വാങ്ങിയിട്ട് നിങ്ങൾ എത്ര വേണേലും ടേസ്റ്റ് ചെയ്തോളിന്ന്. മൂപ്പരാളോട് ഊക്ക് കിട്ടിയപ്പോ പിന്നെ ശിവന് ചടിച്ച്. അടുത്തതായിട്ട് ദാണ്ട കിടക്കുന്ന ആദിവാസി ഓയില്. അല്ല ഗൈസ്, ഇതൊക്കെ തേച്ചിട്ട് ആർക്കെങ്കിലും മുടി വന്നിണോ? പിന്നെ കുറെ കുട്ടികളെ കളിസാമാനത്തിന്റെ സെക്ഷൻ ആയിരുന്നു. സ്വന്തമായിട്ട് കുട്ടികൾ ഉണ്ടാവേണ്ട പ്രായത്തിൽ ബാക്കിയുള്ള കുട്ടികളുടെ പനിയും ചൊല്ലുദോഷവും ഒക്കെ നോക്കുന്ന അമ്മക്കത്തിന് അതൊക്കെ നമ്മള് വേഗം പുറത്തിറങ്ങി. അപ്പോഴാണ് കുറച്ച് വലിയ ടോയ്സ് നമ്മൾ അവിടെ കണ്ടത്. എന്തായാലും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് നന്നായി ഗൈസ്. വലിയ റിച്ച് ഒക്കെ ആയിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട് പെരെ കൊണ്ടായിട്ട് എവിടെ വെക്കും. അപ്പോഴത്തേക്കും ശിവ വണ്ടിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് അതിന്റെ ഒരു സുഖം ഫീൽ ചെയ്യാൻ തുടങ്ങി. നമ്മളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇരുന്നിട്ടുള്ള സുഖം ഒന്നും നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ചില സുഖങ്ങളൊക്കെ അറിയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചോന്ന സാരി എടുത്ത് ആന്റി എടുക്കുന്ന മാതിരി 2 ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ട് അതിന് 2 ലൈക്കും കിട്ടാൻ നമ്മൾ ഹാപ്പി. ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ലിറ്റിൽ തിങ് എന്നല്ലേ. അല്ലാതെ നിങ്ങൾ ലൈക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് വരിട്ടാ. അടുത്തതായിട്ട് നമ്മൾ എക്സ്പോയില് കാണാൻ പോയത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. എക്സ്പോയിലെ ഈ ഒരു സ്റ്റേജിൽ ഓരോ ദിവസം ഓരോ പരിപാടികളാണ് ഉണ്ടാവുക. ഓരോ കുട്ടി പട്ടാളങ്ങൾ ഡോക്ടറായിട്ടും പട്ടാളായിട്ടും ഒക്കെ വേഷങ്ങൾ അണിഞ്ഞിട്ട് വന്നിരുന്നു. ഈ ഒരു ചെറിയ കോമ്പറ്റീഷൻ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർ ഫ്യൂച്ചർ തെരഞ്ഞെടുക്കുന്നതിന് ചെറിയൊരു നിമിത്തമാവുന്നുണ്ടെന്ന്. എന്തായാലും പരിപാടിയൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു. പിന്നെ നമ്മൾ പോയത് വെടിവെച്ചിടുന്നോടത്തായിരുന്നു കേട്ടോ. സംഭവം എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളെ പോലെ തന്നെയാണ് ഓരോ ബലൂണുകളും. ഉന്നം തെറ്റാണ്ട കൊള്ളിച്ചാ കൊണ്ടില്ലെങ്കിൽ പോയി, അത്ര തന്നെ. പിന്നെ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ജൂലൈയും കാര്യങ്ങളൊക്കെ. പണ്ട് തൊട്ടേ ജാൻവിയിലും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ നമുക്ക് പള്ളന്റെ അകത്തുനിന്ന് ഒരു കാളലാണ് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടോന്ന് അങ്ങനെ. അടുത്തതായിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടികളോട് നമ്മൾ പിന്നെ അതിലൊന്നും കയറാൻ നിന്നില്ല. നമ്മൾ നേരെ പോയത് ഒരു ചാട്ട് കഴിക്കാനായിരുന്നു. സൗത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയാലും കിട്ടുന്ന സാധനമാണ് ചാട്ട് എന്നുള്ളത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് കൈകാത്ത കൈ കൊണ്ട് കച്ചിട്ട് വാരിട്ട് അവരെ കൊയ ഉണ്ടാക്കുന്ന ചാട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ കഴിച്ചു കൊടുക്കുന്നു എന്നുള്ളത് സംഭവം എന്തായാലും കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഗോൾഗപ്പന്റെ കടയിലേക്ക് ആയിരുന്നു. നോർത്ത് വന്നാൽ പിന്നെ ഗോൾഗപ്പ ഫറലാണല്ലോ.